ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും സുരേഷ് ഗോപിയും അദ്ദേഹത്തിന്റെ വോട്ടും ചർച്ചകളിൽ ഇടം പിടിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇന്നലെ സുരേഷ് ഗോപി തിരുവനന്തപുരം ജില്ലയിലെ ശാസ്തമംഗലത്താണ് വോട്ട് ചെയ്തത്. എന്നാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വോട്ട് തൃശൂരിലായിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനും സുരേഷ് ഗോപിയും മറുപടി പറയണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. CPI നേതാവും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്കെതിരെ ഇടത് സ്ഥാനാർത്ഥിയുമായിരുന്ന VS സുനിൽകുമാർ. ഒരു വർഷം മുൻപ് തൃശൂരിൽ സ്ഥിര താമസക്കാരനാണ് എന്ന് പറഞ്ഞ് വോട്ട് ചെയ്തയാൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് വോട്ട് ചെയ്തത് എങ്ങനെയാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കണമെന്നാണ് സുനിൽകുമാറിന്റെ ആവശ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ വോട്ട് ചോരി വിവാദം ഉയർന്നു വരികയും അത് കേരളത്തിലും വിവാദമാകുകയും ചെയ്ത സമയത്താണ് സുരേഷ് ഗോപിയുടെ ഇരട്ട വോട്ട് ചർച്ചയായിരുന്നത്. അന്നും സുരേഷ് ഗോപി അതിന് പ്രസക്തമായി മറുപടി പറഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒരാൾ രണ്ടിടത്ത് വോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് സുനിൽകുമാറിന്റെ ചോദ്യം. ഒരിടത്ത് വോട്ട് ചേർക്കുമ്പോൾ അവിടെ സ്ഥിര താമസക്കാരനാണ് എന്ന് പറഞ്ഞാണ് വോട്ട് ചേർക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തൃശൂരിൽ സ്ഥിര താമസക്കാരനാണ് എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞതും അദ്ദേഹത്തിന്റെയും കുടുംബത്തിന്റെയും വോട്ട് തൃശൂരിൽ ചേർത്തതും. ഇന്നലെ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയും കുടുംബവും വോട്ട് ചെയ്തതാകട്ടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്തമംഗലം ഡിവിഷനിലുമാണ്. ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്രമന്ത്രിയും മറുപടി നൽകണമെന്നാണ് സുനിൽകുമാറിന്റെ ആവശ്യം. ഈയടുത്ത് രാഹുൽ ഗാന്ധി വോട്ട് ചോരി വിവാദം ഉയർത്തിയതിന് പിന്നാലെയാണ് തൃശൂരിലും വ്യാപകമായി കള്ളവോട്ട് ചോർത്തി എന്ന വിവാദം പൊട്ടിപ്പുറപ്പെടുന്നത്. അന്ന് അതീവ ഗുരുതര ക്രമക്കേടുകളാണ് കണ്ടെത്തിയിരുന്നതും. അന്നാണ് സുരേഷ് ഗോപിയും കുടുംബവും അദ്ദേഹത്തിന്റെ ഡ്രൈവറും അടക്കം തൃശൂരിൽ സ്ഥിര താമസക്കാരാണ് എന്ന് പറഞ്ഞ് വോട്ട് ചേർത്തിയത്. അന്ന് തന്നെ സുരേഷ് ഗോപിയുടെയും കുടുംബത്തിന്റെയും പേര് തിരുവനന്തപുരത്തെ ശാസ്തമംഗലത്തും ഉണ്ടെന്നുള്ള വിവരവും പുറത്തു വന്നു. അന്ന് സുരേഷ് ഗോപി അതിനെ പ്രതിരോധിച്ചത് ഏറെക്കാലമായി താനും കുടുംബവും തൃശൂരിൽ സ്ഥിര താമസക്കാരാണ് എന്ന് പറഞ്ഞാണ്. അങ്ങനെ ഒരാൾക്ക് ഈ തെരഞ്ഞെടുപ്പായപ്പോൾ തിരുവനന്തപുരത്ത് എങ്ങനെ വോട്ടുണ്ടായി എന്നതാണ് സുനിൽകുമാറിന്റെ ചോദ്യം. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിനും വെവ്വേറെ വോട്ടർ പട്ടികയാണ് എന്നും തദ്ദേശ വോട്ടർ പട്ടിക സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തയ്യാറാക്കുന്നത് എന്നുമാണ് സുരേഷ് ഗോപിയുടെ അണികൾ ഇതിനെയെല്ലാം ന്യായീകരിക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ സുരേഷ് ഗോപി ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടുമില്ല. ഇതിനിടയിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെ, അതായത് ഇന്നലെ പ്രീപോൾ സർവേ ഫലം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച BJPയുടെ മേയർ സ്ഥാനാർത്ഥിയും മുൻ DGPയുമായ R ശ്രീലേഖ പുലിവാല് പിടിച്ചത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മികച്ച ഭൂരിപക്ഷത്തോടെ BJP അധികാരത്തിലെത്തുമെന്ന് പ്രവചിക്കുന്ന C4 പ്രീ പോൾ സർവേ ഫലമാണ് ശ്രീലേഖ ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. ഈ സർവേ ഫലം വ്യാജമാണ് എന്നും ആരോപണമുയർന്നിട്ടുണ്ട്. ഇത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ് എന്നാണ് ആക്ഷേപം. ചട്ടവിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് നേതാവ് K മുരളീധരൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകി. മുരളീധരന്റെ പരാതിക്ക് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സൈബർ പോലീസിനെ സമീപിക്കുകയും പോസ്റ്റ് നീക്കം ചെയ്യുകയുമുണ്ടായി. ശ്രീലേഖ നടത്തിയത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം തന്നെയാണ് എന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും വ്യക്തമാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ദിവസം പ്രീപോൾ സർവേ ഫലം പങ്കുവെക്കുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. അതേസമയം മറ്റൊരു ഏജൻസി നടത്തിയ പ്രീപോൾ സർവേ ഫലം പങ്കുവെക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നാണ് ശ്രീലേഖ ചോദിക്കുന്നത്. BJP പരാജയം ഉറപ്പിച്ചതിന്റെ വെപ്രാളത്തിലാണ് IPS ഉദ്യോഗസ്ഥയായിരുന്ന ശ്രീലേഖ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ച് പോസ്റ്റ് ഇട്ടത് എന്നാണ് K മുരളീധരൻ പറയുന്നത്. ഇക്കുറി എങ്ങനെയും തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിക്കാമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് BJP. കോർപ്പറേഷനിൽ ഇത്തവണ BJP തിലകമണിയുമെന്നാണ് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. വികസനം ഉയർത്തിയുള്ള BJPയുടെ പ്രചാരണത്തിൽ ജനങ്ങളിൽ നിന്ന് അനുകൂല പ്രതികരണമാണ് ഉണ്ടായത് എന്നും കേവല ഭൂരിപക്ഷമാണോ മികച്ച ഭൂരിപക്ഷമാണോ നൽകേണ്ടത് എന്ന് ജനങ്ങൾ തീരുമാനിക്കും എന്നുമാണ് സുരേഷ് ഗോപി പറഞ്ഞത്. കേവല ഭൂരിപക്ഷം നേടി ഇക്കുറി എന്തായാലും അധികാരം പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രചാരണ പ്രവർത്തനങ്ങളാണ് തിരുവനന്തപുരത്ത് BJP ഇക്കുറി നടത്തിയതും. 51 സീറ്റാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. 50-ന് മുകളിൽ സീറ്റ് നേടി അധികാരത്തിലെത്താനാകുമെന്ന് BJP കണക്ക് കൂട്ടുന്നുമുണ്ട്. കോർപ്പറേഷനിലെ അഴിമതി കഥകളിലൂടെ CPMനെ പ്രതിരോധത്തിലാക്കുന്നതായിരുന്നു BJP പയറ്റിയ തെരഞ്ഞെടുപ്പ് തന്ത്രം. കോർപ്പറേഷൻ ഭരണത്തിൽ കൊടിയ അഴിമതിയാണ് എന്ന വെടി ആദ്യം പൊട്ടിച്ചതും BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ്. മുൻ മേയർ VK പ്രശാന്ത് MLAയുടെയും മേയർ ആര്യ രാജേന്ദ്രന്റെയും ചിത്രങ്ങൾ വെച്ച് വീഡിയോ അടക്കം തയ്യാറാക്കിയായിരുന്നു BJPയുടെ പ്രചാരണം.
കഴിഞ്ഞ 5 വർഷവും കോർപ്പറേഷൻ ഭരണത്തിനെതിരെ ശക്തമായ സമരങ്ങൾ സംഘടിപ്പിച്ചും അത് പൊതുജന മധ്യത്തിലെത്തിച്ചും കളം നിറഞ്ഞ് കളിച്ച BJPയുടെ പ്രവർത്തനം മികച്ച വിജയത്തിലേക്ക് അവർക്ക് ചവിട്ടുപടിയായി എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. 50 സീറ്റെങ്കിലും നേടി കേവല ഭൂരിപക്ഷം എന്ന കടമ്പ കടക്കാൻ ലക്ഷ്യമിടുന്ന BJPക്ക് പക്ഷേ ശക്തമായ സാന്നിധ്യമുള്ളത് തിരുവനന്തപുരത്ത് 70 വാർഡുകളിൽ മാത്രമാണ്. ഇതിനിടയിലാണ് കോർപ്പറേഷൻ പരിധിയിലെ പാർട്ടി നേതാക്കളായ 3 പേരുടെ മരണങ്ങൾ BJPക്കുണ്ടാക്കിയ ക്ഷീണം. മുൻ കൗൺസിലർ തിരുമല അനിൽ, തൃക്കണ്ണാപുരത്തെ ആനന്ദ് കെ തമ്പി, ശാഖയിലെ പീഡനത്തെ തുടർന്ന് ജീവനൊടുക്കിയ അനന്തു അജി എന്നിവരുടെ മരണം പാർട്ടിക്ക് നല്ല രീതിയിൽ തന്നെ ക്ഷീണം ചെയ്തിട്ടുമുണ്ട്. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഈ മരണങ്ങളെ ചൊല്ലി വിമർശനമുയർന്നത് BJPയെ ഇടയ്ക്ക് തളർത്തുകയും ചെയ്തതാണ്. ഇതിനൊന്നും കൃത്യമായ വിശദീകരണം അന്ന് BJPക്ക് നൽകാനുമായിരുന്നില്ല. ഈ വിവാദങ്ങളെയെല്ലാം മറികടന്നുകൊണ്ട് BJP അധികാരത്തിൽ എത്തുമെന്നാണ് നേതാക്കൾ ഉറച്ചു വിശ്വസിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ കാത്തിരിക്കാം.